ഡിലേ. എനിക്ക് 25 വർഷമായി, ഞാൻ പറഞ്ഞല്ലോ, MLA എന്നുള്ള അനുഭവമാണ്. സങ്കടം വരും സർ. ഞാൻ പണ്ട് ആദ്യം MLA ആവുമ്പോൾ കൊച്ചിയിൽ 36 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി 98 തുടങ്ങിയതാണ്. 3 കൊല്ലം കൊണ്ട് തീരേണ്ടതാണ്. 2010 തീർന്നത്. 12 വർഷം കഴിഞ്ഞ് 36 കോടി രൂപയുടെ പദ്ധതി തീർന്നത് 172 കോടി രൂപയ്ക്കാണ്. ആരുടെ പണമാണ് സാർ? ആരുടെ പണമാണ്? ഞാനും നിങ്ങളും പാവപ്പെട്ടവരും അടയ്ക്കുന്ന നികുതി പണം. ചോർച്ച ഉണ്ടാകാൻ പാടില്ല. അതിന് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ. ഒരു നയാ പൈസയുടെ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഗവൺമെന്റ് പോകുന്നത്. GST അടക്കമുള്ള വകുപ്പുകളെ ഞങ്ങൾ ആധുനികവൽക്കരിക്കും, റീസ്ട്രക്ചർ ചെയ്യും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ടാക്സ് ഡ്രൈവ് നടത്തും, ചോർച്ച തടയും. ഒരുപാട് സാധനം കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് വിൽക്കുകയാണ് സാർ. വിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? സംസ്ഥാനത്തിന്റെ വരുമാനം ചോരുകയാണ്. ജെനുവിൻ ടാക്സ് പെയർ ഒരു കട പൂട്ടി പോവുകയാണ്. തൈല് കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിൽക്കാണ്. കർണാടകത്തിൽ നിന്ന് തൈല് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ B2Bയും B2Cയും ബിസിനസ് ടു കസ്റ്റമറും കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ നികുതി ചോർച്ചയല്ല, ഗവൺമെന്റിന് സ്ഥിരമായി നികുതി അടയ്ക്കുന്ന നിരവധി കടകൾ പൂട്ടിപ്പോവുകയാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. അതൊന്നും ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും സമ്മതിക്കില്ല സാർ. സാർ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. SC/ST അലോക്കേഷൻ കുറവാണെന്ന് പറഞ്ഞു സാർ. കുറവുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,000 അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. 20,500 കോടി ഇല്ല. 14,000 ചില്ലാൻ കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും ഇല്ല. പിന്നെ 2.8% അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ 16ാം ധനകാര്യ കമ്മീഷൻ തന്നേക്കും. 2.32 കിട്ടിയില്ല. അപ്പോൾ 5,000 കോടി പോയി. വേറെ 600 കോടി ഗ്രാൻഡ് പോയി. 35,000 കോടി രൂപയുടെ പ്ലാൻ നടപ്പാക്കാൻ വന്ന ഞങ്ങൾ വന്നപ്പോൾ 20,500 കോടി ഇല്ല. ഞങ്ങൾ എന്നിട്ട് എന്താ ചെയ്തത്? ആ 20,000 കോടി രൂപ ഡൗൺ സൈസ് ചെയ്തോ? ഇതിൻ്റെ അകത്ത് പ്ലാനിൽ ഇല്ല. 5,000 കോടി കുറച്ചു. ആ കുറവുണ്ട് സാർ, ആ കുറവുണ്ട്. എന്നിട്ട് ബാക്കി 15,000 കോടി രൂപ കണ്ടെത്തുകയാണ് ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പട്ടികജാതി പണ്ട് പറഞ്ഞിട്ടുണ്ട് അസംബ്ലിയിൽ, ആ കസേരയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കുറവ് വരുത്തരുത്. അങ്ങ് 35,000 കോടി രൂപയുടെ പ്ലാൻ നടത്തുമായിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര കിട്ടുമായിരുന്നു? അതിന് ഞങ്ങൾ അഡീഷണലായി SEPയിൽ 527 കോടി രൂപയും TSPയിൽ 152 കോടിയും വെച്ചു. ഫിഷറീസ് 70 കോടി രൂപ കുറഞ്ഞു, ശരിയാണ്. 50 കോടി രൂപ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. 50 കോടി പ്ലസ് ഞങ്ങൾ മണ്ണെണ്ണയ്ക്ക് 25 രൂപയിൽ നിന്ന് 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. സാർ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മണ്ണെണ്ണയുടെ വില 120, 130, ഇപ്പം 140ഒക്കെയാണ്. മനസ്സിലായില്ലേ? 40 രൂപ ഉണ്ടായിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ ഞങ്ങൾ 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അവരുടെ ഡീസലിൻ്റെ കാര്യം കൂടി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തും, ഒരു സംശയവും വേണ്ട. LSD ഫണ്ട് അലോക്കേഷൻ കുറവാണ് അല്ലേ? ഒരു ആരോപണം വന്നാണ് ഇവിടെ. കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായല്ലോ. എന്നിട്ട് എവിടെ പോയി? 3ാം ഗഡു കൊടുത്തില്ല. 3ാം ഗഡു കൊടുക്കാതെയാണ് അധികാരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയത്. 3 ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത് LSD ഗ്രാൻഡ്. 3ാമത്തെ ഗഡു കൊടുത്തില്ല. 6,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ 2,000 കോടി കൊടുത്താൽ പോരായിരുന്നോ? കൊടുത്തില്ല. ഞങ്ങൾ കൊടുക്കണം. ഇനി ആ 3ാം ഗഡു എത്ര ബില്ലാണ് ലോക്കൽ ബോഡിക്ക് പേ ചെയ്യാനുള്ളത്? കൊടുത്തില്ല സാർ. പിന്നെ ഒരു വലിയ സാധനമാണ്, കുറേ നാൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ്റെ അരിയസ് സാർ, ഞങ്ങളിവിടെ പല പ്രാവശ്യം വിശ്വനാഥൊക്കെ പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്. 2016 കഴിഞ്ഞിട്ട് ശ്രീ തോമസ് ഐസക്, അന്നത്തെ ധനകാര്യമന്ത്രി, ഇറക്കിയ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആകെ കുറവ് ഒരു 3 മാസം കൊടുത്തില്ല. കാരണം ഭരണപരമായ നടപടിക്രമങ്ങൾ മാറുന്നതിൻ്റെ ഇടയിലായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ടാണെന്നും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. 806 കോടി രൂപയുടെ കുറവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു കാലത്തും ഇത് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു കളവ് 18 മാസം മുടങ്ങിയെന്ന് പറയാം. മാത്രമല്ല നിങ്ങളുടെ കാലത്ത് നിങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ കാലത്ത് 4 മാസം ഇവിടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായെന്ന് റൂൾ 300 പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പറഞ്ഞതാണ്.
കുടിശ്ശിക തീർക്കുമെന്ന്. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ? പെൻഷൻ KSSPL പെൻഷന് വേണ്ടി ഉണ്ടാക്കിയ എക്സ്ട്രാ ബഡ്ജറ്ററി മെക്കാനിസമാണ്. അവരുടെ കടം എത്രയെന്നറിയാം? കൊടുക്കാനുള്ളത് 17,175 കോടി. സർ, ഒരു മാസത്തിൽ ആവറേജ് കൊടുക്കേണ്ടത് 1,100 കോടി രൂപയുടെ പെൻഷനാണ്. 1,100 കോടി രൂപ പെൻഷൻ. ഈ 17,175 കോടി രൂപയുടെ കടം ഈ സർക്കാരിൻ്റെ തലയിലാണ്. അതായത് 16 മാസത്തെ ബാധ്യത, കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എൻ്റെ മറുപടിയാണ്, 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തു. പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് മറുപടി പറ. ഞാൻ റെഡിയാണ്. അങ്ങ് അവിടെ ഇരുന്ന് പറയണ്ട, അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞോ, ഞാൻ വഴങ്ങാം. ഈ നേരത്തെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കേരളം പണ്ട് ചന്ദ്രശേഖരന്റെ കാലത്ത് സ്വർണം കൊണ്ട് വിറ്റതുപോലെ മൻമോഹൻ സിംഗ് വന്ന സമയത്ത് ഉള്ള സ്ഥിതി കേരളമായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഇപ്പം അങ്ങ് മുഖ്യമന്ത്രിയാണ്, അതിനു മുമ്പത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് അത്രയും മോശമായിട്ട് പറയാൻ പാടില്ല. ഇത് ജൂൺ 16 ഇറങ്ങിയ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഫൈനാൻസ് സംബന്ധിച്ച് CNDG ഇറക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫിസ്ക്കൽ ഈ ടാക്സ് കളക്ഷനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. 60% സ്വന്തം നമ്മുടെ റവന്യൂ. ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളുള്ളപ്പോൾ അപ്പുറത്ത് വരികയും അപ്പുറത്തൊക്കെ വരാം. പക്ഷേ ആ വസ്തുതകൾ മൊത്തം ഇവിടെ കടവായി പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ 6 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. 6 ലക്ഷം കോടിയില്ല, 4,80,000 കോടിക്ക് അടുത്താണ് CNDG റിപ്പോർട്ട്. 5,07,000 എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ്. പിന്നെ 48,000 കോടിയാണ് കടമെന്ന് പറഞ്ഞതിനകത്ത് 36,000 കോടി രൂപ DADR കുടിശ്ശികയാണ്. ഞങ്ങളത് 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഭാഗമായിട്ട് 12,000 കോടിയിലധികം ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് റെക്കോർഡിൽ കിടക്കുന്നതല്ലേ. കേരളം ഇതേപോലെ സ്വർണം കൊണ്ട് വിറ്റതുപോലെ സ്റ്റേറ്റ് ആകെ അങ്ങനെ ആയി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നതുകൊണ്ടാണ്. ഇത് CNDG റിപ്പോർട്ടാണ്, ഞാൻ വേറെ റിപ്പോർട്ട് കൊണ്ടുവന്നല്ല സാർ. പിന്നെ അങ്ങ് പറഞ്ഞ ഈ കണക്കെല്ലാം അനുസരിച്ചാണല്ലോ പെൻഷൻ കമ്പനിയോട് ഉൾപ്പെടെ പറഞ്ഞത്. പെൻഷൻ കമ്പനി ഉൾപ്പെടെ ഉള്ളത് എല്ലാം കൂടിയാണല്ലോ ഈ 48,000 എന്ന് പറയുന്നത്. നേരത്തെ 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനൊരു കടമെടുത്താലും ആ കടം 3.5%-നകത്തല്ലേ ഉള്ളൂ. 3.5%-നകത്തല്ലേ വരൂ. 3.5%-ന് അപ്പുറം വരില്ല. അങ്ങ് പറയുന്നത് എന്താ? റിസർവ് ബാങ്ക് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് നമുക്ക് 3.5 എടുക്കാൻ പറ്റൂ. 3.5 അധികം പെൻഷൻ കമ്പനിയുടെയും നമ്മുടെ കിഫ്ബിയുടെയും വന്നതിന് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 4,730 വെച്ച് ഓരോ വർഷം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുക്കാമെന്ന് പറയുന്നൊരു ലിമിറ്റിനപ്പുറം സ്റ്റേറ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങ് പറയുമ്പം വേറെ എവിടുന്നോ ഇങ്ങനെ ഉണ്ട്. നല്ല നമുക്ക് എല്ലാം കൂടി എടുക്കാവുന്ന കടം എന്തിനാ പെൻഷൻ കമ്പനി എടുക്കുന്നത്? അത് ഇപ്പം തിരിച്ചടയ്ക്കുന്നത് അത്ര ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, പഞ്ചായത്തിന് പൈസ കൊടുക്കാത്തത് പൈസ പഞ്ചായത്തിന് കൊടുക്കാത്ത പണം ഫിനാൻസ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ആ സമയമായപ്പോഴത്തേക്കും ഫിനാൻസ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എഴുതി ഇലക്ഷൻ കമ്മീഷന് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ്, അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കുന്നതിന് ഇങ്ങനെ വേണമെന്ന് അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കത്തയച്ചു. അല്ലേ, പ്രസംഗിക്കുമല്ല, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പണം അതുകൊണ്ടാണ് ഇത് ക്ലാരിഫിക്കേഷൻ സാർ. ഞാൻ നിർത്തുകയാണ് സാർ. ആ പൈസ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഫൈനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ സാർ ആ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇങ്ങനെ വഴങ്ങോ സാർ? അങ്ങയുടെ പോയിന്റ് ക്ലിയർ ആക്കിയല്ലോ സാർ. ഈ പറഞ്ഞത് ശരിയല്ല. ഈ കടം 48,000 കോടിയല്ല. കിഫ്ബിയുടെ കടവും ഈ KSSPL കടം 48,000-ലല്ല 87,000 കോടിയാവും കടം. പിന്നെ കിഫ്ബി കടം എടുത്തിരിക്കുന്നത് പലിശ 9.9+ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ പെൻഷൻ ഞങ്ങൾ കൊടുത്തു, കുടിശ്ശികയില്ല. കൊടുത്തത് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുടിശ്ശിക മുഴുവൻ ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. ഈ ഗവൺമെന്റ് ഇവരുടെ 16 മാസം ഇവർ കൊടുത്ത പെൻഷൻ തുക ഈ ഗവൺമെന്റ് കൊടുക്കണം. 16 മാസം സാർ. അതുപോലെ സാർ, വനം വന്യജീവി സംഘർഷം ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല കാര്യമായി.
ആ പണം ചെലവഴിച്ചിട്ടില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. സാർ, ഞങ്ങളുടെ ഗവൺമെന്റ് വനം വന്യജീവി സംഘർഷം പരിഹരിക്കാൻ പരമ്പരാഗതമായ സംവിധാനങ്ങളും ആധുനികമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഞങ്ങളതിന് പരിഹാരം ഉണ്ടാക്കും. സാർ, ഫിഷറീസ് മേഖലയെ ഞാൻ നേരത്തെ പറഞ്ഞു, ചേർത്ത് നിർത്തും. ആ കൂട്ടത്തിൽ ഉൾനാടൻ മത്സ്യ തൊഴിലാളികളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കും. സാർ, മലയോരത്തെ ജനങ്ങൾ വന്യജീവി സംഘർഷം കൊണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പലരും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അതിന് മലയോര വികസനത്തിനും അവിടെ മികച്ച പദ്ധതികൾ ഉണ്ടാക്കാനും ഈ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധിക്കും. സാർ,